ഡൽഹിയിലെ സ്ഫോടനം അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ്. പക്ഷെ അതിന് പിന്നിലെ ചില ലക്ഷ്യങ്ങളെന്ന് പറയപ്പെടുന്നത്, ഇപ്പം നമുക്കറിയാം ജെയ്ഷെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭീകരാക്രമണമാണ് നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് അന്വേഷണ സംഘം. എങ്കിൽ കൂടിയും മറ്റു ചിലത് കൂടി നമ്മൾ അതിനകത്തേക്ക് ചിന്തിക്കേണ്ടി. ഇന്ത്യ ഇന്ന് മറ്റുള്ള രാജ്യങ്ങളെക്കാളേറെ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വ്യാവസായികമായിട്ടും അല്ലാതെയും കുറച്ചുകൂടി പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് മാത്രമല്ല, ഗൂഗിൾ പോലുള്ളവർ വരെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഗൂഗിൾ പോലെയൊക്കെ വലിയ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു സൂചന നൽകുകയാണ്, ഒരു അപകട സൂചന. അതായത് ഇന്ത്യ സുരക്ഷിതമല്ല. ഇതുകൂടി ഇതിനകത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭീകരാക്രമണം, അതുപോലെയുള്ള ഞെട്ടിക്കുന്ന സ്ഫോടക പരമ്പരകൾ ഒക്കെ മുമ്പ് കുറേ തുടർച്ചയായി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഏതാണ്ട് അവസാനിച്ച് സമാധാനത്തിൻ്റെ പാതയിൽ ഭീകരാക്രമണവും ഭീകരരും ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത, ഒരു തോന്നൽ, അങ്ങനെ ഒരു അനുഭവം കുറേ വർഷങ്ങളായി, ഏതാണ്ട് കുറേ വർഷങ്ങളായി അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടക്കുന്നില്ല. പിന്നെ ഉണ്ടായത് നമ്മുടെ പട്ടാളക്കാർക്ക് നേരെ ഉണ്ടായ പുൽവാമയിലും പഹൽഗാമിലും ഒക്കെയുള്ള വിഷയങ്ങളാണ്. അവിടെ സിവിലിയൻ അല്ല, പട്ടാളക്കാരെയാണ് ലക്ഷ്യം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചാന്ദിനി ചൗക്ക് ആയിരുന്നിരിക്കണം ലക്ഷ്യം. ഒരു പക്ഷേ ലക്ഷ്യത്തിന് മുന്നേ തന്നെ അത് പൊട്ടിയത് കൊണ്ടാകാം ചെങ്കോട്ടയിൽ അവിടെ കൊണ്ടത് നിന്നത്. അത് ആ അർത്ഥത്തിൽ മഹാഭാഗ്യമായി. കാരണം ഇല്ലെങ്കിൽ ഈ മരണസംഖ്യ 12-നകത്തെങ്കിലും നിൽക്കില്ലായിരുന്നു, വളരെ കൂടുമായിരുന്നു. അതൊരു ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ആഭ്യന്തര സുരക്ഷിതത്വം കുറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ ഈ ഒരൊറ്റ സംഭവത്തോടെ ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ കൂടുതൽ ഇത് ചർച്ച ചെയ്യുന്ന പുറം ലോകമാണ്. ഇപ്പം തന്നെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഒരുപാട് എംബസികൾ അവരുടെ ഇന്ത്യയിലെ എംബസിക്കും ഇന്ത്യയിലുള്ളവരോടും ഒക്കെ ജാഗ്രത പുലർത്താനും ഒക്കെയുള്ള സന്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ രാജ്യം ഇപ്പോൾ നമ്മളുടെ അതിർത്തികളെല്ലാം വളരെ ശക്തമാണ്. അതിർത്തി കടന്നുള്ള ഒരു നുഴഞ്ഞു കയറ്റമോ ഒരു യുദ്ധമോ നമ്മൾക്ക് വളരെ മുന്നേ കൂട്ടി കണ്ടെത്താനും അറ്റാക്ക് ചെയ്യാനും ഡ്രോണുകൾ ഉപയോഗിച്ചൊക്കെയുള്ള ആക്രമണത്തിന് പദ്ധതിയിട്ടാലും ആ ഡ്രോണുകളെ തുരത്താനുള്ള മറുതന്ത്രം നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. പക്ഷെ ഇപ്പം നടന്നത് ആഭ്യന്തര പ്രശ്നമാണ്, സിവിലിയനെയാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാറിനകത്ത് സ്ഫോടക വസ്തുക്കളുമായിട്ട് വരിക, അത് മണിക്കൂറുകളോളം ഈ അവിടുത്തെ ഡൽഹിയിലെ പല പ്രദേശങ്ങളിലായി ചുറ്റിക്കറങ്ങുക, അവസാനം ഒരു സിഗ്നൽ പോസ്റ്റിന്റെ മുന്നിൽ വന്ന് നിൽക്കുക, അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുക. അവിടെ വെച്ച് പൊട്ടിക്കാനാണെങ്കിലും അവിടെ വെച്ച് പൊട്ടിയതാണെങ്കിലും അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ പരിഭ്രാന്തി വളരെ കൂടുതലാണ്. ഇനി ഇവിടെ പല രീതിയിലുള്ള നിഗമനങ്ങളും ചർച്ചകളും ഊഹങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അതുപോലെയുള്ള ആഭ്യന്തരമന്ത്രിയോ അതേപോലെയുള്ള VIP-മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എങ്കിൽ ചെങ്കോട്ടയ്ക്കകത്തോ പാർലമെന്റിനകത്തോ അതുപോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് സംഭവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ളതൊന്നുമല്ല എന്ന് ഒരു ഭാഗത്ത് വേണമെങ്കിൽ പറയാം. മറുഭാഗത്ത് നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ ഇതിന്റെ ലക്ഷ്യം ആരെയും പ്രത്യേകിച്ച് വ്യക്തിപരമായി കൊല്ലുക ടാർഗറ്റ് ചെയ്തതല്ല. ഡൽഹി തലസ്ഥാന നഗരി ഒട്ടും സുരക്ഷിതമല്ല. വിദേശത്ത് നിന്നുള്ള പ്രതിനിധികളോ അംബാസഡർമാരോ പൗരന്മാരോ നിക്ഷേപകരോ വ്യവസായികളോ ഇവിടെ വന്നാൽ അവരുടെ ജീവന് ഒട്ടും സുരക്ഷിതത്വമില്ല. ഇപ്പം ഗൂഗിളായാലും ഏത് കമ്പനി ആയാലും മനുഷ്യന് ഏറ്റവും വലുത് പണത്തേക്കാൾ വലുത് ജീവന്. അപ്പം അങ്ങനെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ നിക്ഷേപവുമായിട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നുവെങ്കിൽ പിന്മാറിക്കൊള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശം ഈ അക്രമത്തിന്റെ പിന്നിലുണ്ട്. അപ്പം അതാണ് ലക്ഷ്യമെങ്കിൽ അത് ഈ മരണപ്പെട്ടവരുടെ വ്യക്തിപരമായ ലക്ഷ്യമല്ല. അതിൻ്റെ പിന്നിൽ വേറെ വലിയ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ കണ്ടുപിടിക്കണം, ആ കണ്ണികളെ മുഴുവൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു ഡോക്ടർ ഉമർ നബി, അദ്ദേഹം സ്ഫോടക വസ്തു
അദ്ദേഹത്തിൽ നിന്നും പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഈ ഉമർ നബി എന്ന് പറയുന്നത് പൊട്ടിച്ചെതറുകയാണ് ഉണ്ടായത്. അത് ഈ പറയുന്ന പോലെ അതിനകത്ത് വെച്ചിട്ട് പൊട്ടിക്കുക, ഈ പറയുന്ന ആൾ അതിനകത്ത്, ആ ഡ്രൈവർ അതിനകത്ത് ഇരിക്കുക, അത് ഏകദേശം 3 മണിക്കൂറോളം അവിടെ നിർത്തിയിട്ടിരിക്കുക. ഈ കാറ് നിന്നത് ഈ ചെങ്കോട്ടയ്ക്കും സുനേരി മസ്ജിദിനും ഇടയ്ക്കുള്ള പാർക്കിംഗ് കേന്ദ്രത്തിനകത്ത് ഏകദേശം ഉച്ചയ്ക്ക് ഇപ്പം 3:19 മുതൽ 6:30 വരെ കാത്തിരിക്കുക. അതിനകത്ത് ഇയാൾ പുറത്തിറങ്ങുന്നില്ല, ഈ ഡ്രൈവർ പുറത്തിറങ്ങുന്നില്ല. ഇത്രയും സമയം അയാൾ എന്തിനായിരിക്കും കാത്തിരുന്നത്? ആരുടെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും കാത്തിരുന്നത്? ഇല്ലെങ്കിൽ 6:30 ശേഷം പൊട്ടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി താങ്കൾ പറഞ്ഞ പോലെ ഈ ചാന്ദിനി ചൗക്ക് ബസാറിലേക്കുള്ള യാത്രയായിരുന്നു, അതിനകത്ത് കൊണ്ടുപോയിട്ട് പൊട്ടിക്കുക, ഇത്രയും വലിയ ജനത്തെ കൊല്ലുക. എന്തായാലും അന്തിമമായി അന്വേഷണത്തിലൂടെ അത് കണ്ടെത്താൻ കഴിയും. ലക്ഷ്യം എന്തായാലും സ്ഫോടനമാണ്, അത് ആളെ കൊല്ലാനാണ്. അത് ഏതെങ്കിലും വ്യക്തിപരമായ ഒരാളിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു മരണം ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം അങ്ങനെയാണെങ്കിൽ ആക്രമണത്തിന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും. ഇതൊരു ഭീകര അന്തരീക്ഷം പടർത്തുക, പരത്തുക എന്നുള്ളതായിരിക്കാം. പോരെങ്കിൽ ഈ സമീപകാലത്ത് നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തി ഭീകരാക്രമണം ഇല്ലാതാക്കാനുള്ള ഇന്ത്യയുടെ എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി, എല്ലാം ചെയ്തു. പക്ഷെ അവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുന്നതും ഭീകരവാദികൾക്ക് അതേ ആയുധം തന്നെ കൊടുക്കുന്നതും, ഒരു രാജ്യത്തിന് ആയുധം കൊടുത്തിട്ട് അവർ ഇന്ന ആയുധം വാങ്ങിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കൂടിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്, വേണേ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവർക്ക് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം ഉള്ളവരാണ് അമേരിക്ക. അവർക്ക് ആയുധ കച്ചവടമാണ്. അപ്പം ട്രംപ് ഇവിടെ സന്ദർശിച്ചിട്ട് പോയതിൻ്റെ പിറകെ ഉള്ള ഒരു സ്ഫോടനവും ഭീകരാക്രമണവും ഒക്കെ ആയതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയോ ലക്ഷ്യങ്ങളോ ഒക്കെ ഇതിന് പിന്നിലുണ്ടോ എന്നും നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സമീപ രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അടുത്തുള്ള, ഇപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത്രയും പറ്റിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാണാം പാകിസ്ഥാനി ഇതിൻ്റെ 3 ഇരട്ടി പേര് അവിടെ സ്ഫോടനത്തിൽ മരിച്ചു, അവിടുത്തെ താലിബാൻ. അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ കൂട്ടി വായിക്കേണ്ടി വരും, വായിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഒരു കാര്യം വളരെ ശക്തമായി നമ്മൾക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പം പുൽവാമയിലും പഹൽഗാമിലുമൊക്കെ ഉണ്ടായത് പട്ടാളക്കാരുടെ ജീവനാണ് പോയത്. അവിടെ പല പരാതികളും ആക്ഷേപങ്ങളും സംശയങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും മരണപ്പെട്ടത് പട്ടാളക്കാരാണ്. എയർലിഫ്റ്റ് ചെയ്ത് പട്ടാളക്കാരെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു വന്നും, എന്നാൽ അത് നടന്നില്ലെന്നും, ആ സമയത്ത് ഒരു ട്രക്ക് നിറയെ എത്രയോ 350 എത്രയോ ടണ്ണോ കിലോയോ സ്ഫോടക വസ്തുക്കളുമായിട്ട് ജീപ്പ് പിടിച്ച് കയറ്റി ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും അതീവ സുരക്ഷിതമായ ഡൽഹിയിലെ ഒരു പ്രദേശത്ത് ഇത്രയും മണിക്കൂറുകളൊക്കെ ഒരു വാഹനം ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ തന്നെ കൊണ്ടു നടന്നാൽ കണ്ടുപിടിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ നമുക്കില്ലേ? ഉണ്ടാകേണ്ടതല്ലേ, കണ്ടെത്തേണ്ടതല്ലേ? ഇവിടെ മറ്റൊരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കാറ് 5-6 പേര് കൈമറിഞ്ഞു ഓണർഷിപ്പ്. ഇപ്പോഴും സൽമാൻ എന്ന് പറയുന്ന 6-7 വർഷത്തിന് മുമ്പേ ഉള്ള ആളിന്റെ പേരിലാണ് ഇപ്പോഴും ഇവിടെ ഒറ്റ 10 മിനിറ്റ് കൊണ്ട് രജിസ്ട്രേഷൻ മാറ്റി പരിവാഹനിലൂടെ വാഹന ഉടമയുടെ യഥാർത്ഥ പേര് കണ്ടെത്താനുള്ള സംവിധാനമുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇത്രയും വർഷം ഈ വാഹനം കൈമാറ്റം നടത്തിയിട്ട് അത് അറിയപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സംവിധാനങ്ങളെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഭീകരന്മാർക്കുണ്ട്, അല്ലെങ്കിൽ ഭീകരന്മാർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നു. ഇതിലേതാണ് ശരി എന്നൊക്കെ ഉള്ളതെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ പഹൽഗാമിലാണെങ്കിലും പുൽവാമയിലാണെങ്കിലും ഒക്കെ സംഭവിച്ചതൊക്കെ അത് കൂട്ട് തന്നെയാണ്. കാരണം പഹൽഗാം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണെങ്കിലും വിനോദസഞ്ചാര മേഖലയാണ്, അവിടെ അതീവ സുരക്ഷാ കേന്ദ്രമാകേണ്ടതാണ്. പക്ഷേ അതിനെപ്പോലും വെല്ലുന്ന തരത്തിലേക്ക് അതിനകത്തേക്ക് ആൾ കടന്നു കയറുക എന്ന് പറയപ്പെടുന്നത് അത് ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മുടെ സുരക്ഷ ശക്തമാണ് എന്ന് പറയപ്പെടുമ്പോഴും എവിടെയൊക്കെയോ പാളിച്ചകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പപ്പു യാദവ് പറഞ്ഞിരിക്കുന്ന അമിത്ഷായായിട്ട് ബന്ധപ്പെട്ട് അമിത്ഷായ്ക്ക് ആഭ്യന്തര വകുപ്പൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് പപ്പു യാദവിനെ പോലുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും ആര് ഭരിച്ചാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത്
അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ? അതെ. അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ലാതുള്ളൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ കുറെ ഉത്തരവാദിത്വം അവർക്കും വരും. പക്ഷെ ഇപ്പോൾ ഡൽഹിയും കേന്ദ്രവും എല്ലാം BJPയും NDAയുടെയും കൈകളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഷെയർ ചെയ്യാൻ വേറെ രാഷ്ട്രീയ പാർട്ടികളുടെ മേലിൽ നമുക്ക് ആരുടെയും പുറത്തു കൊണ്ടുപോയി ഈ ഉത്തരവാദിത്തങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുകയോ അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരി രക്ഷപ്പെടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് കൂടുതൽ ഉണ്ടാവുകയാണ്. കാരണം ഡൽഹിയും അവരുടെ കൺട്രോളിലാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയും അവരുടെ തന്നെയാണ്. എന്തായാലും ഒരു സമഗ്ര അന്വേഷണത്തിലൂടെ എല്ലാ കുറ്റവാളികളെയും അതിൻ്റെ മൂല ഉറവിടം ഉൾപ്പെടെയുള്ളത് മുഴുവൻ കണ്ടെത്തുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. മാതൃകാപരമായി അവരെ ശിക്ഷിക്കുമെന്നും തിരിച്ചടി കൊടുക്കുമെന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതെ, കാരണം പാകിസ്ഥാന്റെ ബോർഡർ വഴിയും ബാക്കിയുള്ള മേഖലകൾ വഴിയും ഒക്കെ ഇങ്ങനെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ, ഈ പാകിസ്ഥാനൊക്കെ വല്ലാതെ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ തിരിച്ചടി വളരെ കൃത്യമായിട്ട് ഇന്ത്യ നൽകും. കാരണം അത് ഏതൊരു അർത്ഥത്തിലാണെങ്കിലും പാകിസ്ഥാന് കിട്ടിയതാണ്. പലവട്ടം ഓപ്പറേഷൻ സിന്ദൂർ പ്രകാരം ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് തകർത്തതാണ് ഇന്ത്യ. അത്രയ്ക്കും ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇതിലും അത്തരത്തിലുള്ളൊരു തിരിച്ചടി അത് പാകിസ്ഥാനെതിരെയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഉപയോഗിക്കപ്പെടുന്ന രാജ്യം ഏതാണോ അതിനെതിരെ ഉണ്ടാകും. തീർച്ചയായിട്ടും. അവിടെ നമ്മൾക്ക് പറയാനുള്ളതും നമ്മൾക്ക് ആഗ്രഹിക്കാനുള്ളതും മൂല കാരണക്കാർ, യഥാർത്ഥ കാരണക്കാരാരാണോ അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്. അത് ആരായാലും, ഏത് രാജ്യമായാലും, പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഏത് രാജ്യമായാലും ഇതിന് പ്ലാൻ ചെയ്തത് ആരാണെങ്കിലും അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഭീകരാക്രമണങ്ങളും നടക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ കേന്ദ്രീകരിച്ച് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ ശാശ്വതമായ ലക്ഷ്യവും ഉറവിടവും കണ്ടെത്താതെ പോകുന്നു. ഒപ്പം നമ്മളുടെ നിയമം വളരെ ലിബറലാണ്. അവിടെ തെളിവുകൾ, സാക്ഷികൾ, മൊഴികൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് ഇത് നീണ്ടുപോകുന്നിടത്തോളം ഈ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും രക്ഷപ്പെടാനുള്ള അവസരവും ഉണ്ടാകുന്നു. മറിച്ച് മറ്റു പല രാജ്യങ്ങളിലുമാണെങ്കിൽ സ്പോട്ടിൽ കുഴപ്പക്കാരനാണെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുന്ന സംവിധാനമൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് സംവിധാനം അതല്ലാത്തത് കൊണ്ട് ഭീകരർക്ക് കുറച്ചുകൂടി ധൈര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തായാലും ചാവേറായിട്ട് 3-4 പേർ, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു, 3 പേരുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ DNA ടെസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കൃത്യമായി ആസൂത്രിതമായ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഉണ്ടായത്. അത് ചാവേറാക്രമണമാണ്, അതിന് സംശയമില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആർക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഇത് ആസൂത്രണം ചെയ്തു എന്ന് കണ്ടെത്തി അതിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാം കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം.